Good afternoon, students. നമ്മൾ 2-3 ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെൻഷൻ മെമ്പേഴ്സിന്റെ സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു ടെൻഷൻ മെമ്പറിന്റെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. അതിന്റെ മോഡ് ഓഫ് ഫെയിലിയറും കാര്യങ്ങളും അതിന്റെ ഇക്വേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി അതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. ഇതിലെന്ന് പറയുന്നത് ഇക്വേഷൻസ് എല്ലാം IS കോഡ് പേജ് 32, 33, 34 ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിനനുസൃതമായി അതിലെ ഓരോ ടേംസും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം, പക്ഷെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം IS കോഡിൽ കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് വലിയ വലിയ ഇക്വേഷൻസ് എല്ലാം ആണ്, പിന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസുകളും വരുന്നതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഇക്വേഷൻസ് ഇത് ഫോളോ ചെയ്യുക. അതിൽ ഓരോ ടേംസും എങ്ങനെ എടുക്കാം. ഇപ്പൊ നെറ്റ് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഗ്രോസ് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, AVG നെറ്റ് ഏരിയ ഇൻ ഗ്രോസ് ഏരിയ ഇൻ ഷിയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, AVN നെറ്റ് ഏരിയ ഇൻ ഷിയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്കൊരു 3 പ്രോബ്ലംസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാം. ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ടാസ്ക് ആയിട്ടും തരാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം എങ്ങനെ നോക്കാം. Determine the design strength of plate 150 by 14 mm. ഇതൊരു പ്ലേറ്റ് ആണ്, ആംഗിൾ സെക്ഷൻ ഒന്നല്ല. 150 by 14 mm സൈസ് ഉള്ള ഒരു പ്ലേറ്റിന്റെ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിസൈൻ സ്ട്രെങ്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിഗർ നോക്കിയാൽ നമുക്ക് ടെൻഷൻ ആണെന്ന് മനസ്സിലാവും. ഓക്കെ, 150 by 14 mm with holes for 20 mm diameter bolts as shown in figure. Steel used is Fe 410 grade. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതില് ടെൻഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഇതാണ് ഫിഗർ. ഇവിടെ 4 ബോൾട്ടുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡയമെൻഷൻ ഒക്കെ തന്നിട്ടുണ്ട്. 150 by 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ് അല്ലെ. 70 plus 40 plus 40, 70 plus 80 that is 150. ഇതിന്റെ തിക്നെസ് എന്താണ്, ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 150 വിഡ്ത്തും 14 mm തിക്നെസ്സും ഉള്ള ഒരു പ്ലേറ്റ്. അത് വേറൊരു പ്ലേറ്റ് ആയിട്ട് കണക്ട് ചെയ്തൊക്കെയാണ് വിത്ത് ബോൾട്ട്. ഇതിന് ഇങ്ങനെ ടെൻഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതൊരു ടെൻഷൻ മെമ്പർ ആണ്. ഈ മെമ്പറിന്റെ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ വാല്യൂസ് തന്നിട്ടുള്ളത് 150 by 14 mm തന്നിട്ടുണ്ട്. 20 mm ഡയമീറ്റർ ബോൾട്ടിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ് നോക്കാം. ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഈസ് 20 mm. സോ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ എത്രയായിരിക്കും, D0 അല്ലെങ്കിൽ DH രണ്ടും ഡിനോട്ട് ചെയ്യാം. D0 വിൽ ബി D+2 അല്ലെ. നമുക്കറിയാം 24 mm വരെ D+2 ആണ്. അപ്പോൾ അതായത് 22 mm ആണ് ഇതിന്റെ ബോൾട്ട് ഹോളിന്റെ ഡയമീറ്റർ. ഓക്കെ, എൻഡ് ഡിസ്റ്റൻസ് എത്രയാണ്, 40 mm അല്ലെ. എൻഡ് ഡിസ്റ്റൻസ് 40 mm ഇവിടെ ഫിഗറിൽ തന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ബോൾട്ടിന്റെ സെന്ററിൽ നിന്നും എഡ്ജിലോട്ടുള്ള ഡിസ്റ്റൻസ്, അത് എൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, പിച്ച് പി. ഈ എൻഡ് ഡിസ്റ്റൻസും എഡ്ജ് ഡിസ്റ്റൻസും രണ്ട് സെപ്പറേറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നോർമലി രണ്ടിനെയും എൻഡ് ഡിസ്റ്റൻസ് നോട്ട് ചെയ്യാറുണ്ട്. പിച്ചും ഗേജും മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, സ്പെസിഫിക് ആയിട്ട് പറയാറുള്ളൂ. നമ്മൾ ഒരേ ഡയറക്ഷൻ ഉള്ളതിനെ എൻഡ് ഡിസ്റ്റൻസ് എന്നും എഡ്ജ് ഡിസ്റ്റൻസ് എന്നും രണ്ടും മാറി മാറി പറയാറുണ്ട്. എൻഡ് ഡിസ്റ്റൻസ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിച്ച് 70 mm. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ രണ്ട് ബോൾട്ടുകൾ അല്ലെങ്കിൽ റിവറ്റ് ഹോൾസ് തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് അല്ലെ, 70 ഈ ഡയറക്ഷൻ 70 mm. ദെൻ ഗോയിങ് ഡിസ്റ്റൻസും 70 mm ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോൾട്സ്. ഓക്കെ, 1 minute. ഓക്കെ, ദെൻ നമുക്ക് അപ്പോ വാല്യൂസ് എല്ലാം നമ്മൾ ഗിവൺ ഡാറ്റാസ് എഴുതി. ഇനി FU 410, FI 250 അല്ലെ. 410 ഗ്രേഡ് പ്ലേറ്റ് ആണെങ്കിൽ FI 250 ആണ്. ഓക്കെ, ഇനി അത് സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ ഈൽഡ് സ്ട്രെസ് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം 410 ഗ്രേഡ് പ്ലേറ്റിന്റെ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത് 250 ന്യൂട്ടൺ പെർ mm². നമുക്കറിയാം ഒരു ടെൻഷൻ മെമ്പറിന്റെ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്ട്രെങ്ത് ഡ്യൂ ടു yielding ഓഫ് ഗ്രോസ് സെക്ഷൻ TDG, then strength due to rupture of critical section TDN, നെറ്റ് സെക്ഷനിലെ അല്ലെ, then strength due to block shear TDB. അപ്പൊ TDG, TDN, TDB ഇതിൽ 3 വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ ഏതാണോ മിനിമം അതാണ് ഈ മെമ്പറിന്റെ ഡിസൈൻ സ്ട്രെങ്ത്.
അപ്പോൾ TDGന്റെ ഇക്വേഷൻ എന്താണ്? അതും പേജ് നമ്പർ 32 ഉണ്ട്. AGFI by gamma MO IS 800 2007 പേജ് നമ്പർ 32. TDG equal to AGFI by gamma MO. ഇതിൽ എന്താണ്? ഗ്രോസ് ഏരിയ കിട്ടണം അല്ലെ? ഗ്രോസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മെമ്പറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 150 into 14. Gross area will be 150 into 14, that is 2100 mm square. 2100 mm square. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. That is TDG equal to AGFI by gamma MO 2100 into 250 divided by 1.1. Gamma MO യുടെ വാല്യൂ നമ്മൾ എന്താണ്? 1.1 അല്ലേ? ടേബിൾ 5 പേജ് നമ്പർ 30. അതിൽ നമുക്ക് ഗാമ എമ്മോയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഗവേൺഡ് ബൈ ഈൽഡിങ്ങും റെസിസ്റ്റൻസ് ടു മെമ്പർ ബൈ ബക്ലിങ്ങും. അത് നമുക്ക് ഇവിടെ ഈൽഡിംഗ് ആണ്. ഗാമ എമ്മോ എന്ന് പറയുന്നത് വാല്യൂ 1.1 ആണ്. അത് നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് വരും, കാരണം ഒരുപാട് പ്രോബ്ലം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഗാമ എമ്മോ 1.1 ഗാമ എമ്മിൽ 1.25 തുടങ്ങിയ വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് ആവും. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 477.27. 477.27 ആണ് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു yielding ഓഫ് ക്രോസ് സെക്ഷൻ. നെറ്റ് ഓൾ ക്രോസ് സെക്ഷൻ മൊത്തം കൺസിഡർ ചെയ്യുമ്പോൾ അത് yield ചെയ്യുന്ന അല്ലെ, മൊത്തം yield ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ് ഒരു ക്രോസ് സെക്ഷൻ എങ്ങനെയാണോ yield ചെയ്യുന്നത് അല്ലെ, മൊത്തം. ഓക്കെ, ഇതിനടുത്ത് എന്താണ്? ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു നെറ്റ് സെക്ഷൻ റപ്ചർ. ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു നെറ്റ് സെക്ഷൻ റപ്ചർ. അതിന്റെ ഇക്വേഷൻ എന്താണ്? ഒരു പ്ലേറ്റ് ആവുമ്പോൾ എന്താണ്? TDN equal to 0.9 ANFU by gamma ML പേജ് നമ്പർ 32. അത് നമ്മുടെ ആംഗിൾ സെക്ഷൻ ആവുമ്പോൾ എന്താവും? 0.9 ANCFU by gamma ML പ്ലസ് ബീറ്റ AGFI by gamma MO എന്ന് പറയുന്ന ഇക്വേഷൻ ആവും. എല്ലാം നിങ്ങളെ കോഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഓക്കെ, പ്ലേറ്റുകൾ തമ്മിലാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ആംഗിൾ സെക്ഷൻ ഒന്നും ഇല്ല. രണ്ട് പ്ലേറ്റുകൾ അല്ലേ, ഇവിടെ ഇങ്ങനെയുള്ള ഒരു പ്ലേറ്റിന്റെ പുറത്ത് വേറൊരു പ്ലേറ്റ് കണക്ട് ചെയ്തേക്കാണ്. ഈ പ്ലേറ്റിന് ചിലപ്പോൾ ഓവർ ലെങ്ത് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഗസറ്റ് പ്ലേറ്റ്, ഇതൊരു ഗസറ്റ് പ്ലേറ്റ്, ഇതിന്റെ മുകളിൽ വേറെ ഒരു പ്ലേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കണക്ട് ചെയ്തേക്കാണ്. ഇവിടെ കുറച്ച് ബോൾട്ട്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇവിടെ ടെൻഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇങ്ങനെയാണ് ഇതിന്റെ കേസ്. അപ്പോൾ വെറും പ്ലേറ്റുകൾ ആവുമ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു നെറ്റ് സെക്ഷൻ റപ്ചർ ഈസ് 0.9 ANFU by gamma ML. ഇതിൽ നമുക്ക് ഓരോ ടേമുകളും കണ്ടുപിടിക്കണം. AN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? AN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ബോൾട്ടുകൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ 4 ബോൾട്ടുകളായിട്ടാണ് അല്ലെ. ഫിഗർ തൊട്ട് മുമ്പത്തെ ഫിഗറിൽ നമ്മൾ കാണിച്ചു തന്നത് 4 ബോൾട്ടുകളായിട്ടാണ് അല്ലെ. നെറ്റ് സെക്ഷൻ റപ്ചർ, അപ്പൊ എവിടെയാണോ റപ്ചർ സംഭവിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെറ്റ് സെക്ഷൻ റപ്ചർ ഏതിലാണോ മിനിമം ഏരിയ വരുന്നത് അതിലൂടെ ആയിരിക്കും എന്ത് ഉണ്ടാവുക? ബോൾട്ട് സെക്ഷൻ ഫെയിൽ ആവുക അല്ലെ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും 2 ആണ്. എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഇതിൽ 2 വരുള്ളൂ. അപ്പൊ 2 ബോൾട്ട് ഹോൾസ് എന്ത് ചെയ്യണം? ക്രോസ് സെക്ഷൻ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്യണം. സോ B minus ND0 into T that will be equal to B എത്രയാണ്? വിഡ്ത്ത് 150 minus 2 into T0 22 into T that will be 14 mm. So 150 minus 2 into 22 that is ഇങ്ങനെ, അതായത് നമ്മൾ ഇങ്ങനെയാണ് ഈ ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സെക്ഷനോ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനോ എടുത്താലും രണ്ടും സെയിം തന്നെ. ഈ ബോൾട്ടിന്റെ സെന്ററിലൂടെ ഉള്ള സെക്ഷൻ കേട്ടോ. അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1484 mm square. 1484 mm square. 150 minus 2 into 22 into 14. അത് നമുക്കിപ്പോ 2 റോ ആയിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി ഒരു റോ മാത്രമേ ഉള്ളൂ. 4 ബോൾട്ട് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരുന്നെങ്കിലോ, 4 ബോൾട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഈ സെക്ഷൻ എടുക്കുമ്പോൾ ഒരു ബോൾട്ട് ഹോളേ ഉണ്ടാവുള്ളൂ. അപ്പൊ 2ന് പകരം അത് 1 വരും. ഇവിടെ ഡയഗ്രാം ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ഡയഗ്രാം തന്നിട്ടില്ല. 6 നമ്പർ ഓഫ് ബോൾട്ട്സ് അല്ലെങ്കിൽ 5 നമ്പർ ഓഫ് ബോൾട്ട്സ് അല്ലെങ്കിൽ 4 നമ്പർ ഓഫ് ബോൾട്ട്സ് എന്ന് ബോൾട്ടിന്റെ എണ്ണം മാത്രമേ ഉള്ളൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒറ്റ റോയിലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തുണ്ടാവുള്ളൂ? 1 ഉണ്ടാവുള്ളൂ അല്ലെ. കാരണം നമ്പർ ഓഫ് റോസ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ നെറ്റ് ഏരിയ എന്ന് പറയുന്നത് വാല്യൂ കുറയും. അതുകൊണ്ട് തന്നെ ഇതിനെടുക്കാൻ പറ്റാവുന്ന ലോഡ് കുറയാണ് ചെയ്യുക. നമുക്ക് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുക അല്ലെ. ഇവിടെ കൂടുതൽ ഒരേ ഡയറക്ഷനിൽ ഹോളുകൾ വരും. ഓക്കെ, സോ 150 minus 2 into 22 into 14 that is 1484 mm square. അപ്പോൾ TDN നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 0.9 ANFU by gamma ML. ബാക്കി വാല്യൂസ് എല്ലാം നമുക്ക് അറിയുന്നതാണ്. FU is 410 Newton per mm square. Gamma ML is 1.25. അതും ടേബിൾ
5 അവൈലബിൾ ആണ്. ഓക്കെ, 0.9 into 1484 into 410 divided by 1.25, that will be equal to 438.08 kilonewton. 438.08 kilonewton. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം എന്താണ് TDG. നമുക്ക് നേരത്തെ കിട്ടിയ ഗ്രോസ് സെക്ഷൻ yielding ഉള്ള വാല്യൂ 477 ആണ്. ഇത് നെറ്റ് സെക്ഷൻ റപ്ചർ ആവുമ്പോൾ 438 ആയി. അപ്പൊ ഇതാണ് ഇവിടെ കുറഞ്ഞ വാല്യൂ അല്ലെ. ഇനി ഒരു കാര്യം കണ്ടുപിടിക്കണം, അതെന്താണ് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. ഇവിടെ എങ്ങനെയാണ് ബ്ലോക്ക് ഷിയർ സംഭവിക്കുക? ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകാനാണ് ചാൻസ് അല്ലെ. അപ്പോ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകാനാണ് ചാൻസ്. അപ്പൊ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലും നമുക്ക് ഇതിലുള്ള ഈ പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകില്ല. ഇത്രയും പോർഷൻ ഇവിടെ ഒരു ആസ് എ ബ്ലോക്ക് അത് ഷിയർ ഓഫ് ചെയ്ത് പോയി. അപ്പൊ നമുക്ക് ഇവിടെ ഷിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഇവിടെ ഒരു ഏരിയ ഉണ്ട് അല്ലെ. കാരണം ഫോഴ്സ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഫോഴ്സ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്ന ടെൻഷൻ. അപ്പൊ അതിന് പാരലൽ ആയിട്ട് എന്ത് ഇവിടെ ഷിയർ ഓഫ് ചെയ്ത് പോയേക്കാണ്. ഈ ഒരു ഏരിയയിൽ എന്താ ഉണ്ടാവുക, ടെൻഷൻ ആണ് ഡെവലപ്പ് ചെയ്യുക അല്ലെ. ഇവിടെ ഷിയർ ആണ് ഡെവലപ്പ് ചെയ്യുക. കാരണം ഇവിടെ ഉണ്ടാകുന്ന പ്ലേറ്റ് ഇങ്ങോട്ട് പോയി അല്ലെ, ഇങ്ങോട്ടൊരു ഫോഴ്സും ഇങ്ങോട്ടൊരു ഫോഴ്സും അല്ലെ, ഒരേ പാരലൽ ആയിട്ടുള്ള ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ രണ്ട് പാരലൽ ആണ്, പക്ഷെ എന്തല്ല സെയിം പോയിന്റിലല്ല. അപ്പൊ എന്തുണ്ടാവും, ഷിയർ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും ഇവിടെ എന്താണ് ഷിയറിങ്ങിന് കാരണമായ ഏരിയകളാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, അതിൽ ഏതാണോ മിനിമം അതാണ് ബ്ലോക്ക് ഷിയറിന്റെ സ്ട്രെങ്ത്. TDB1 equal to AVG-FI by √3 gamma MO plus 0.9 ATN FU by gamma ML അല്ലെങ്കിൽ TDB2. ഇവിടെ നമ്മൾ TDB ആണ് ഡിസൈൻ ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി മെമ്പർ അല്ലെ. അത് 1, 2 നൊട്ടേറ്റ് ചെയ്തത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇതിൽ TDB1 ആണോ TDB2 ആണോ മിനിമം, അതാണ് ഈ ഒരു മെമ്പറിന്റെ ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത്. ഏതാണോ മിനിമം ആ വാല്യൂ. സോ AVG-FI by √3 gamma MO plus 0.9 ATN FU by gamma ML അല്ലെങ്കിൽ 0.9 AVN FU by √3 gamma ML plus ATG FI by gamma MO. AVG വരുമ്പോൾ ATN, AVN വരുമ്പോൾ ATG. ഓക്കെ, ഇക്വേഷൻ ഒക്കെ കോഡിൽ അവൈലബിൾ ആണ്, ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ വാല്യൂസ് ഓരോ ടേംസും എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് വൺ ഗ്രോസ് ഏരിയ ഇൻ ഷിയർ. ഗ്രോസ് ഏരിയ ഇൻ ഷിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഷിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഇതും അല്ലെ. അപ്പൊ ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു ഏരിയ എത്ര വരും, ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ എൻഡ് ഡിസ്റ്റൻസ് പ്ലസ് എത്ര എണ്ണം ബോൾട്ടുകൾ ഉണ്ടോ അതിനൊന്ന് കുറച്ച് അതെന്താ ചെയ്യാ പിച്ച് ഡിസ്റ്റൻസ്. അതായത് ഈ ഒരു ഏരിയ ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, E+n-1 into P into T. ഇവിടെ ഹോൾസിന്റെ ഏരിയ കുറക്കണില്ല, കാരണം ഗ്രോസ് ഏരിയ ആണ് അല്ലെ. പിച്ചിന്റെ ഒരു പിച്ച് ഡിസ്റ്റൻസ് പ്ലസ് ഒരു എൻഡ് ഡിസ്റ്റൻസ്, അതാണല്ലോ. നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് എഴുതിയാലും മതി. ഓക്കെ, കാരണം ഈ ഒരു ഏരിയ, ഈ ഒരു പോർഷന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് നോക്കുന്നത്. അപ്പൊ ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ എടുക്കുമ്പോൾ അങ്ങനെ വരും അല്ലെ. ഇതിന്റെ തിക്നെസ് 14 mm ഉണ്ടാവും. ലെങ്ത് എന്ന് പറയുന്നത് എൻഡ് ഡിസ്റ്റൻസ് എന്താണ്, എൻഡ് ഡിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെ. ഈ ബോൾട്ട് ഹോളിന്റെ സെന്റർ തൊട്ട് ഈ ബോൾട്ട് ഹോളിന്റെ സെന്റർ ഡിസ്റ്റൻസ് ആണ് എന്ത്, പിച്ച്. അതാണ് നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് വാല്യൂസ് അങ്ങനെ ഡയറക്റ്റ് എടുത്ത് എഴുതുക, ഇക്വേഷൻ വേണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്ത് വരും, E+P എന്ന് വരും. ഇവിടെ ആകെ ഒരു 2 ബോൾട്ട് ഉള്ളത് കൊണ്ട് E+P എന്ന് വരും ഇൻറ്റു തിക്നെസ്. ഓക്കെ, ഇവിടെ അങ്ങനത്തെ 2 ഏരിയ ഉള്ളത് കൊണ്ട് ഇൻറ്റു 2. ഓക്കെ, സോ 2 ഇൻറ്റു E എന്ന് പറയുന്നത് 40 പ്ലസ് 2 - 1. 2 - 1 എന്ന് പറയുന്നത് നമ്മൾ 2 ബോൾട്ടുകൾ, ഒരു ലൈനിൽ 2 ബോൾട്ടുകൾ ആയതുകൊണ്ട് 2 - 1. പിച്ച് ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുള്ളത് 70 ആണ്. 70 whole into 14, that will be equal to 3080 mm². ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫിഗറിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ കിട്ടേണ്ടതുള്ളൂ അല്ലെ, ഇവിടുന്ന് ഇവിടം വരെയുള്ളൂ. അതെന്ന് പറഞ്ഞാൽ 40 + 70, 40 + 70 into 14, അത് ഒരു ഏരിയ into 2 ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ ആയി. നമുക്ക് ഇക്വേഷൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മെച്ചെന്ന് വെച്ചാൽ എത്ര നമ്പർ ഓഫ് ഹോൾസ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും, ഫിഗർ വരക്കാണ്ട് തന്നെ. ഇത് ആവുമ്പോൾ ഫിഗർ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അതിന് ഡയറക്റ്റ് വാല്യൂസ് എടുത്ത് എഴുതുകയും ചെയ്യാം. ഇനി നെറ്റ് ഏരിയ ഇൻ ഷിയർ. നെറ്റ് ഏരിയ ഇൻ ഷിയർ എന്ന് പറയുമ്പോൾ എന്താണ്, AVN. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഏരിയ തന്നെ ഗ്രോസ് ഏരിയയിൽ നിന്ന് എത്ര ബോൾട്ട് ഹോൾസ് വരുന്നുണ്ടോ അത്രയും ബോൾട്ട് ഹോൾസ് കുറക്കണം. അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. E+n-1 into P into T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഏരിയ, ഇൻറ്റു n-0.5 into D0 into T എന്ന് പറയുന്നത് ഹോളിന്റെ ഏരിയ. എന്തുകൊണ്ടാണ് ഹോൾ n-0.5 എന്ന് വരാൻ കാരണം ഈ ഒരു
പോർഷനിൽ ബോൾട്ടിന്റെ സെന്റർ വെച്ചിട്ടാണ് ഇത് ബ്രേക്ക് ചെയ്യുക. അപ്പൊ 2 ബോൾട്ടുകൾ ഉണ്ടെങ്കിൽ എത്രയേ ഉണ്ടാവുള്ളൂ? 1.5 ബോൾട്ട് ഹോളെ ഷിയർ ഓഫ് ചെയ്ത് പോയിട്ടുണ്ടാവുള്ളൂ അല്ലെ? അത്ര ഏരിയയിലാണ് ഇത് ഷിയർ ഓഫ് സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ഒരു 0.5 എത്ര ബോൾട്ട് ഹോൾസ് ആ റോയിൽ ഉണ്ടോ അതിൽ നിന്ന് ഒരു 0.5 കുറയും. സോ E plus n-1 into P minus n-0.5 into T0 into T that will be equal to, അതും എന്തുണ്ട്? 2 ടൈംസ് ഉണ്ട് കേട്ടോ, ഇവിടെ 2 ടൈംസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മറക്കണ്ട, ഇവിടെ 2 ടൈംസ് ഉണ്ട്. 2 into, കാരണം ഇവിടെ ഉണ്ടല്ലോ ഏരിയ, 2 into 40 plus 2 minus 1 into 70 നമ്മുടെ ഗ്രോസ് ഏരിയ മൈനസ് 2 minus 0.5 into 22 volt hole in the diameter into 40. That will be equal to 2156 mm square. 2156 mm square. ഇനി എന്താണ് ATG അല്ലെ? ATG ഗ്രോസ് ഏരിയ ഇൻ ടെൻഷൻ. ഗ്രോസ് ഏരിയ ഇൻ ടെൻഷൻ ഞാൻ കണ്ടുപിടിക്കാം. ഗ്രോസ് ഏരിയ ഇൻ ടെൻഷൻ എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ഇങ്ങനെ വരുന്ന വെർട്ടിക്കൽ ആയിട്ട് വരുന്ന നമ്മുടെ സെക്ഷന്റെ ഗ്രോസ് ഏരിയ, അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ ATG എന്ന് പറയുന്നത്. അത് നമുക്ക് G into T എന്ന് എഴുതാൻ പറ്റുന്നത് ഈ പർട്ടിക്കുലർ ഫിഗർ ആയതുകൊണ്ട് മാത്രമാണ്. വേറെ കേസ് വരുമ്പോൾ G into T എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ കേസിൽ എന്താണ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗോജ് ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് നമ്മൾ G into T എന്ന് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ ആസ് പെർ ഓരോ ക്വസ്റ്റിനും ഫിഗർ നോക്കിയിട്ട് വേണം ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, കാരണം ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഷിയർ ഏരിയ, പിന്നെ താഴോട്ടുള്ള താഴോട്ടുള്ള ഒരു ടെൻഷൻ ഏരിയ, പിന്നെ താഴെയുള്ള ഷിയർ ഏരിയ, ഇങ്ങനെ 3 ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഈ ഒരു പോർഷനിൽ ഇവിടെ ടെൻഷൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ? ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ടെൻഷൻ എടുക്കുന്നത് ഈ ഒരു പോർഷൻ ആണ്. ഈ ഭാഗത്തൊക്കെ ഷിയർ ആണ് വരുന്നത് അല്ലെ? അപ്പൊ ഈ ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്ന ഏരിയയുടെ ക്രോസ് സെക്ഷണൽ ഏരിയ അത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഗ്രോസ് ഏരിയ ആണ് ATG, അതിന്റെ നെറ്റ് ഏരിയ ആണ് ATN. കാരണം നെറ്റ് ഏരിയ എന്ന് പറയുന്നത് അവിടുത്തെ ബോൾട്ട് ഹോൾസിന്റെ ഏരിയ കുറച്ചത്. ഓക്കെ, അപ്പൊ G into T എന്ന് ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിന് മാത്രമേ G into T എന്ന് എഴുതാൻ പറ്റൂ. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഡയഗ്രാം നോക്കണം, എങ്ങനെയാണ് ഇത് ബ്ലോക്ക് ഷിയർ ചെയ്ത് പോവുക, ആ ഒരു ഏരിയയിൽ വരുന്ന ടെൻഷൻ സോൺ എവിടെയാണ്, അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, സോ ഇവിടെ G into T എന്ന് പറയുമ്പോൾ 70 into 14 that is 980 mm square. 980 mm square. ഓക്കെ, ഇനി നെറ്റ് ഏരിയ ഇൻ ടെൻഷൻ. നെറ്റ് ഏരിയ ഇൻ ടെൻഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? G minus 0.5 into D0 into T എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു അര ബോൾട്ടിന്റെ ഏരിയ ഇവിടെ കുറയും, ഇവിടെയും ഒരു 0.5 ബോൾട്ട് അല്ലെ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ബോൾട്ട് ഹോളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അത്രയും ഏരിയ അവിടെ കുറയും. സോ 70 minus 2 into 0.5 into 22 into 14 that is 672 mm square. ഇതാണ് പറയുന്നത് നമ്മളെ ആസ് പെർ ഫിഗറുകൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള എങ്ങനെയാണോ ബോൾട്ടുകളുടെ അറേഞ്ച്മെന്റ് അതിനനുസരിച്ച് നമ്മുടെ വാല്യൂസ് നമ്മൾ എടുക്കുന്ന ടേംസ് ഒക്കെ മാറി വരും. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് ഫെയിൽ ആവുക, ഇങ്ങനത്തെ അറേഞ്ച്മെന്റ്സ് ആവുമ്പോൾ ബ്ലോക്ക് ഷിയറിൽ ഇങ്ങനെയാണ് ഫെയിൽ ആവുക. ഇനി നമുക്ക് ഒരു മെമ്പർ ഉണ്ട്, അതില് ഇങ്ങനെ ഈ ഒരു എൻഡിലായിട്ട് ബോൾട്ട് ഹോൾസ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് ആയിരിക്കും, ബോൾട്ട് ഹോൾസ് ഉണ്ടെന്ന് ആയിരിക്കാം. ഇതിന്റെ ബ്ലോക്ക് ഷിയർ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഇത്രയും ഭാഗമായിരിക്കും കുറഞ്ഞു പോവുക. അപ്പോ അതിന്റെ ടെൻഷൻ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ 0.5 മാത്രമേ ഉണ്ടാവുള്ളൂ, 2 into 0.5 ഉണ്ടാവില്ല. ഇവിടെ 2 ബോൾട്ട് ഹോൾസ് വന്നതുകൊണ്ടാണ് 2 into 0.5 എന്ന് വന്നത്. ഓക്കെ, 70 minus 2 into 0.5 into 22 into 14 that is 672 mm square. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ബാക്കി നമുക്ക് ടേംസ് ഒക്കെ കിട്ടി. സോ TDB1 equal to AVGFI by √3 gamma MO plus 0.9 ATN FU by gamma ML. That is 3080 into 250 by √3 into 1.1 plus 0.9 into 672 into 410 divided by 1.25. That is equal to 602.52 kilonewton. 602.52 kilonewton ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അടുത്തത് TDB2, that is 0.9 AVN FU by √3 gamma ML plus ATG FI by gamma MO. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2156 into 410 divided by √3 into 1.25 plus 980 into 250 divided by 1.1 that is 590.18 kilonewton. നമ്മൾ എല്ലാ വാല്യൂസ് കൂടെ കണ്ടുപിടിച്ചതാണ്.
ATG, അതുപോലെ AVN, AVG, ATN ഒക്കെ ഇവിടെ ഉണ്ട്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് TDB1 TDB2 കിട്ടി. ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ TDB2 ആണ്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത്, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ എന്ന് പറയുന്നത് 590.18 kilonewton ആണ്. ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്പുകൾ. അപ്പൊ നമുക്ക് 3 വാല്യൂസ് കിട്ടി. ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് 3 കൺസിഡർ ചെയ്യുമ്പോൾ, 3 ഫെയിലിയർ ക്രൈറ്റീരിയാസ് കൺസിഡർ ചെയ്യുമ്പോൾ 3 വാല്യൂസ് കിട്ടി. അപ്പൊ അതിലെ മിനിമം വാല്യൂ ആണ് ഈ മെമ്പറിന്റെ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പൊ 3 എണ്ണം ഏതൊക്കെയാണ്? ഗ്രോസ് സെക്ഷൻ yielding കിട്ടി നമുക്ക് 477.27, നെറ്റ് സെക്ഷൻ റപ്ചർ വെച്ച് കിട്ടിയത് 438.08, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ ദാറ്റ് ഈസ് 590.18. ഇതിൽ ഏതാണ് മിനിമം? മിനിമം എന്ന് പറയുന്നത് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു നെറ്റ് സെക്ഷൻ റപ്ചർ ദാറ്റ് ഈസ് 438.08. അതാണ് ഇതിന്റെ ആൻസർ. ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദി മെമ്പർ ഈസ് 438.08. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരിക. അല്ലെങ്കിൽ ആംഗിൾ സെക്ഷന്റെ പ്രോബ്ലം ആണ്. നമുക്ക് അത് അടുത്ത പ്രോബ്ലം ആംഗിൾ സെക്ഷന്റെ പ്രോബ്ലംസ് നോക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ ഈ ബോൾട്ട് ഹോൾസ് ഇങ്ങനെ 2 റോ ആയി വന്നതുകൊണ്ടാണ് ഇവിടെ നെറ്റ് സെക്ഷന്റെ വാല്യൂ കുറഞ്ഞത്. ഇത് ഈ 4 ബോൾട്ടുകളും ഒരു റോയിലാണെങ്കിൽ ഈ ഏരിയ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനെ ഗവേൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു മെമ്പറിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ഗവേൺ ചെയ്യുന്നത് ചിലപ്പോൾ ഗ്രോസ് സെക്ഷൻ yielding ആയേക്കാം. കാരണം നമ്പർ ഓഫ് ഹോൾസ്, നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള നമ്പർ ഓഫ് ഹോൾസ് കൂടി. അതുകൊണ്ടാണ് നെറ്റ് സെക്ഷൻ റപ്ചർ ആണ് ഇവിടെ നമ്മുടെ ഡിസൈനെ ഗവേൺ ചെയ്യുന്നതായിട്ട് വന്നത്. നെറ്റ് സെക്ഷൻ റപ്ചർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമുക്ക് 2 റോ ഓഫ് ബോൾട്ടുകൾ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിവേ, ഇതാണ് സ്റ്റെപ്പുകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്തൊക്കെയാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കുക. ഏതാണ് പ്ലേറ്റ് ആണോ ആംഗിൾ സെക്ഷൻ ആണോ എന്താണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതിൽ എന്തെങ്കിലും ഡാറ്റാസ് മിസ്സിംഗ് ഉണ്ടോ നോക്കുക. ഡാറ്റാസ് അതിൽ മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. മേജർലി ചിലപ്പോൾ ഗ്രേഡ് ഓഫ് പ്ലേറ്റുകളൊന്നും തന്നിട്ടില്ല എന്ന് വരാം. അപ്പോൾ നിങ്ങൾക്ക് യൂഷ്വലി ഇപ്പോൾ 410 ഗ്രേഡ് പ്ലേറ്റ് തന്നെയാണ് വരിക. FE410. അതിന്റെ yield സ്ട്രെസ് എന്ന് പറയുന്നത് 250 ആയിരിക്കും. ബാക്കിയെല്ലാം ഡാറ്റാസും മെജോറിറ്റി തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്തെങ്കിലും എൻ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ വല്ല ഗേജ് ഡിസ്റ്റൻസോ ഒക്കെ തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അസ്യൂം ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. അത് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിപ്പോ നമ്മള് ഒരു ടെൻഷൻ മെമ്പർ ബോൾട്ട് അല്ലെങ്കിൽ റിവറ്റ് വൈസ് കൺസിഡർ ചെയ്യുമ്പോൾ, കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ വെൽഡിംഗ് ആകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. വെൽഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ, വെൽഡ് ടൈപ്പ് കണക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ് കണ്ടിട്ടുള്ളത്. ബോൾട്ടും വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. അത് ആംഗിൾ സെക്ഷൻ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആംഗിൾ സെക്ഷൻ കണക്ട് ചെയ്യും. ക്വസ്റ്റ്യൻ ഇതാണ്: എ സിംഗിൾ അൺഈക്വൽ ആംഗിൾ ISA 90/60/6 mm is connected to a gusset plate of 10 mm thick with 5 number of bolts of 16 mm diameter. Determine the design strength if E equal to 30 mm, P equal to 50 mm, G equal to 50 mm, Fi equal to 250 MPa. ഇവിടെ ക്വസ്റ്റ്യനിൽ ISA 90/60/6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗസറ്റ് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 10 mm തിക്ക് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. 5 നമ്പർ ഓഫ് ബോൾട്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബോൾട്ട് 2 റോ ആണെന്നോ അല്ലെങ്കിൽ സിംഗിൾ റോ ആണെന്നോ സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമുക്കിത് സിംഗിൾ റോ ആയിട്ട് എടുക്കാം. അതാണ് ഒന്നുകൂടി ഈസിയർ. ഓക്കെ, സിംഗിൾ റോ ആയിട്ട് എടുക്കാം. നോർമലി സ്പെസിഫൈ ചെയ്യാത്ത കേസിൽ നമ്മൾ മനസ്സിലാക്കണം അത് സിംഗിൾ റോ ആയിട്ടാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നീട് ഇതില് ക്വസ്റ്റ്യനിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ലെഗ് ഏതാണെന്നും പറഞ്ഞിട്ടില്ല. കാരണം അൺഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ്. ഒരു ലെഗ് 90 mm അതർ ആംഗിൾ 60 mm ആണ് ആംഗിളിന്റെ ലെങ്ത്. അപ്പൊ ഏത് ആംഗിൾ, ഏത് ലെഗ് ആണ് നമ്മുടെ ഗസറ്റ് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് നോർമലി ലെങ്ത് കൂടുതലുള്ള ലെഗ് ആണ് ഗസറ്റ് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്യാറ്. ഓക്കെ, അതാണ് സേഫർ ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം അല്ലെ. ഒരു ഫിഗർ വരച്ചു നോക്കാം. ഒരു ഗസറ്റ് പ്ലേറ്റ്, അതിന്റെ 10 mm തിക്ക് ഉണ്ട്. ഇവിടെ ഒരു ആംഗിൾ സെക്ഷൻ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് വിത്ത് ബോൾട്ട് അല്ലെ, ഒരു റോ ഓഫ് ബോൾട്ട്. ഓക്കെ, ഇതിൽ ഈ കണക്ട് ചെയ്ത ലെഗ് 90 mm, ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ് 60 mm. ഗേജ് ഡിസ്റ്റൻസ് നമുക്ക് ഇതിൽ കാണിക്കാം അല്ലെ. ഈ ഒരു കോർണർ തൊട്ടാണ് ഗേജ് ഡിസ്റ്റൻസ് എടുക്കുക ടു ബോൾട്ട് ഹോൾ അല്ലെ. ഇതിൽ എങ്ങനെയാണ് ടെൻഷൻ അപ്ലൈ ചെയ്യുക? ഇങ്ങനെയാണ് ഇതിൽ വരിക. ഇതാണ് ഒരു ഗസറ്റ് പ്ലേറ്റ്. ഇതിന്റെ എലവേഷൻ ആണ് ഇവിടെ കാണിച്ചത്. ഒരു ഗസറ്റ് പ്ലേറ്റ്, അതിലോട്ട് നമ്മൾ ഒരു ആംഗിൾ സെക്ഷൻ കണക്ട് ചെയ്തേക്കാണ് അല്ലെ. ഈ ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ലെങ്ത് ഉണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ നീണ്ടു പോവാണ്.
അതിന്റെ ഒരു പോർഷൻ ആണ്, അതിന്റെ തുടക്കം. ആ സ്റ്റാർട്ട് നമ്മൾ ഈ പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്തേക്കാണ്. ഓക്കെ, ഇതിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം. ഇതിങ്ങനെ നമ്മളെ ഫേസ് ചെയ്ത് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ മുഖത്തോട്ട് ഫേസ് ചെയ്ത് പോലെ ഇരിക്കുകയാണ്. ഓക്കെ, എലിവേഷൻ. അപ്പോൾ നമുക്ക് നമ്മൾ തന്ന ഡാറ്റാസ് അനുസരിച്ച് നമ്മൾ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. നമ്മുടെ കണക്റ്റഡ് ലെഗ് 90 mm, ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നത് അല്ലേ, ഇത് 60 mm. ഓക്കെ, ഗേജ് ഡിസ്റ്റൻസ് 50 mm. പിച്ച് വന്നിട്ടുണ്ട്. പിച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? 50 mm, അതും 50 mm അല്ലേ. എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ വാല്യൂ, ഇവിടുത്തെ വാല്യൂ. ഓക്കെ, 30 mm. ഓക്കെ, ഇനി നമുക്ക് ഗിവൺ ഡാറ്റാസ് നോക്കാം. ISA 90/60/6. അപ്പൊ അതിന്റെ ഗ്രോസ് ഏരിയ കിട്ടണം. ഗ്രോസ് ഏരിയ നമുക്ക് L-T/2 × T + B-T/2 × T വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ ടേബിളിൽ നിന്ന് നമുക്ക് എടുക്കാം. സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുക്കുന്ന വാല്യൂസ് ആണ് അക്യുറേറ്റ്. കാരണം നമ്മൾ L-T/2 × T + B-T/2 × T എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ട് ഒരു റെക്ടാങ്കുലർ ടൈപ്പ് ആണ് അതിന്റെ ക്രോസ് സെക്ഷൻ അസ്യൂം ചെയ്തിട്ട്. ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ടിങ് ഉണ്ടാവും, അതുകൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഗ്രോസ് സെക്ഷൻ ഏരിയ ആണ് IS കോഡിൽ തന്നിട്ടുണ്ടാവുക. അപ്പൊ അതിലുള്ള വാല്യൂ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ISA 90/60/6 എങ്ങനെയാണ് ബുക്ക് ചെയ്യാം? നമ്മളെ സ്റ്റീൽ ഹാൻഡ് ബുക്ക് SP6ലുള്ള അൺഈക്വൽ ആംഗിൾസിന്റെ ടേബിൾ എടുക്കുക. അതിൽ നിന്ന് 90/60/6 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗ്രോസ് ഏരിയ കിട്ടുന്നത് 8.65 mm centimeter square, that is 865 mm square. Okay, ISA 90/60/6. ഇതിന്റെ പേജ് നമ്പർ 14ലാണ്, SP6 പേജ് നമ്പർ 14ലാണ് ഈ ആംഗിൾ സെക്ഷന്റെ ഏരിയ ഉള്ളത്. ഓക്കെ, ഈ ലെങ്ത് ഓഫ് കണക്റ്റഡ് ലെഗ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ ലെഗ് കണക്ട് ചെയ്തതായിട്ട് അസ്യൂം ചെയ്യുന്നു. സോ ലെങ്ത് ഓഫ് കണക്റ്റഡ് ലെഗ് ഈക്വൽ ടു 90 mm. ലെങ്ത് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ് 60 mm. ഓക്കെ, ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഈസ് ഇവിടെ തന്നിട്ടുണ്ട് 16 mm ഡയമീറ്റർ ബോൾട്ട് തന്നിട്ടുണ്ട്. So diameter of bolt hole will be D0 equal to D+2, that is 18 mm. D+2, that is 18 mm. End distance E equal to 30 mm. Pitch P equal to 50 mm. Gauge distance G equal to 50 mm. Okay. So നമുക്ക് first step എന്താണ്? Design strength due to yield of cross section. TDG equal to AGFI/gamma MO. AG 865 into 250 divided by 1.1, that is 196.59. Next എന്താണ്? Design strength due to next section rupture, that is equal to TDN equal to 0.9 ANCFU/gamma ml plus beta AGFI/gamma MO. കാരണം ഇവിടെ ആംഗിൾ സെക്ഷൻ ആണ്, നേരത്തെ പോലത്തെ പ്ലേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ എന്താണ്? 0.9 ANCFU/gamma ml plus beta AGOFI/gamma MO. പേജ് നമ്പർ 33 IS 800 അതിലുള്ള ഇക്വേഷൻ ആണ്. ഫോർ ആംഗിൾ സെക്ഷൻ design strength due to net section rupture is 0.9 ANCFU/gamma ml plus beta AGOFI/gamma ml. അതിൽ ബീറ്റ എങ്ങനെ കാണാമെന്നൊക്കെ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നെറ്റ് ഏരിയ ഓഫ് കണക്റ്റഡ് ലെഗിന്റെ നെറ്റ് ഏരിയ കണ്ടുപിടിക്കുക. ANC, നെറ്റ് ഏരിയ ഓഫ് കണക്റ്റഡ് ലെഗ് അല്ലെ. കണക്റ്റഡ് ലെഗിന്റെ നെറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ കണക്റ്റഡ് ലെഗ് എന്ന് പറയുന്നത് ഇതില്ലേ, ഈ ഇതാണ് കണക്റ്റഡ് ലെഗ്. അതിന്റെ നെറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് 90 - T/2 × T. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു ബോൾട്ട് ഹോൾ, കാരണം ഒരു റോ ഓഫ് ബോൾട്ട് ആണ് കൊടുക്കുന്നത്, ഒരു ബോൾട്ട് ഹോള് നമ്മൾ മൈനസ് ചെയ്യണം. കാരണം നമ്മൾ എടുക്കുന്ന ക്രിട്ടിക്കൽ സെക്ഷൻ ഒന്നില്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ബോൾട്ടിന്റെ സെന്ററിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നതാണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ സെക്ഷൻ. കാരണം ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബോൾട്ട് ഹോളിലൂടെ ക്രാക്ക് ചെയ്ത് ഫെയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ANC equal to L - T/2 minus D0. അവിടെ ഒരു D0 വരാൻ കാരണം നമ്മൾ ഒരു റോ ഓഫ് ബോൾട്ട് ആയതുകൊണ്ടാണ്. സോ 90 - 6/2 minus 18 into 6. 6 ആണ് നമ്മുടെ ആംഗിളിന്റെ തിക്നെസ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 414 mm square. 414 mm square. ഇനി നമുക്ക് ബീറ്റയുടെ വാല്യൂ, ബാക്കി ഈ ടേമിൽ എല്ലാം നമുക്ക് അറിയണമെന്നാണ്. FU അറിയാം, ഗാമ ML അറിയാം. ഇനി ബീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. beta equal to 1.4 minus 0.076 into W/T into Fy/Fu into Bs/Lc. ഇവിടെ നമുക്ക് ഏതൊക്കെ ടേമുകൾ അറിയാൻ നോക്കാം. W എന്താണ്?
W is outstanding leg in the width, that is 60 mm. T equal to thickness of the angle, that is 6 mm. FIU നമുക്ക് അറിയാം, FI 250, FU equal to 410. ഇവിടെ നമുക്ക് ഇനി പരിചയമില്ലാത്തൊരു ടൈം എന്ന് പറയുന്നത് BS ആണ് അല്ലെ. BS എന്ന് പറഞ്ഞാൽ ഷിയർ ലാഗ് വിഡ്ത്ത്, that is W plus WI minus T. W plus WI minus T. ഇവിടെ W plus WI, ഇതിൽ WI എന്ന് പറയുന്നത് ആംഗിളിന്റെ ഒരു കോർണറിൽ നിന്നും എവിടെയാണോ ബോൾട്ട് ഹോൾ ഉള്ളത് അതിന്റെ സെൻട്രലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് WI എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഇവിടുത്തെ എന്തായിട്ട് തന്നിട്ടുള്ളത്, ഗേജ് ഡിസ്റ്റൻസ് ആയിട്ട് തന്നിട്ടുള്ളത് അല്ലെ. നമുക്ക് ഈ ഫിഗർ, നമ്മൾ വരച്ച ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് WI. ഈ WI എന്താണെന്നുള്ളത് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ L-G എന്നൊരു ഇക്വേഷൻ എഴുതിയിരുന്നു, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഇതാണ് IS കോഡിൽ കൊടുത്തിട്ടുള്ളത്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ L-G എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ IS കോഡിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതിന്റെ ഫിഗർ അടക്കം നിങ്ങൾ IS കോഡിൽ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ TDN-ന്റെ ഇക്വേഷന്റെ താഴെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി WI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. WI WI equal to 50 mm അല്ലെ, താഴെന്ന് ആ ഒരു ബോൾട്ട് ഹോൾ വരെയുള്ള ഡിസ്റ്റൻസ് ഏതിലെ കണക്റ്റഡിലേക്ക്. സോ BS equal to 60 plus WI minus T, that is 60 എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗിന്റെ വിഡ്ത്ത്, പ്ലസ് WI is 50 minus 6, that is 104 mm. 60 plus 50 110 minus 6, that is 104 mm. ഇനി എന്താണ് ഇവിടെ LC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ട് ഔട്ടർ മോസ്റ്റ് എൻഡുകളുള്ള ബോൾട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഫിഗർ ഒന്നുകൂടെ നോക്കാം. ഔട്ടർ മോസ്റ്റ് ബോൾട്ടുകൾ, ഈ ബോൾട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 1 2 3 4 പിച്ച് ഡിസ്റ്റൻസ് വരും അല്ലെ. 4, അതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 4 പിച്ചുകളല്ലേ വരുന്നത്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into പിച്ച് ഡിസ്റ്റൻസ് വരും. ഓക്കെ, so length of end connection, that is distance between outermost bolt equal to 4 into pitch. Pitch നമുക്ക് 50 mm ആണ് തന്നിട്ടുണ്ട്. So LC equal to 4 into 50, that is 200 mm. നമുക്കത് ബീറ്റയുടെ വാല്യൂ നമുക്ക് ബാക്കിയെല്ലാം കിട്ടിയല്ലേ, W കിട്ടി, T കിട്ടി, BS LC എല്ലാം കിട്ടി. നമുക്ക് ബീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So beta equal to 1.4 minus 0.076 into W by T into FI by FU into BS by LC, that is equal to 1.4 minus 0.076 into 60 by 60. 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ലെഗിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗിന്റെ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗിന്റെ വിഡ്ത്ത് അല്ലെ, ദാറ്റ് ഈസ് 60 by 6 എന്ന് പറയുന്നത് തിക്നെസ്, 250 FI, 410 FU, 104 എന്ന് പറയുന്നത് BS ഷിയർ ലാഗ് വിഡ്ത്ത്, 200 എന്ന് പറയുന്നത് എന്താണ് LC ലെങ്ത് ഓഫ് എൻഡ് കണക്ഷൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഔട്ടർ മോസ്റ്റ് ബോൾട്ട്സ്. 1.159 ആണ് നമുക്ക് ബീറ്റയുടെ കിട്ടിയത്. ഇനി ബീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞത് കോഡ് പറയുന്നത് ഇതൊരു ചെക്കും കൂടെ ഉണ്ട്. ബീറ്റയുടെ വാല്യൂ ഞാൻ പറഞ്ഞു, ബീറ്റയുടെ വാല്യൂ 0.9 FU ഗാമ MO by FI ഗാമ ML കൂടാനും പാടില്ല, 0.7 കുറയാനും പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ബീറ്റ ഈക്വൽ ടു 0.9 FU ഗാമ MO by FI ഗാമ ML എന്ന് പറയുന്നത് നോർമലി ഒരു പർട്ടിക്കുലർ ഗ്രേഡ് ഓഫ് പ്ലേറ്റിന് ഒരു വാല്യൂ ആയിരിക്കും. സോ നമ്മുടെ 410 ഗ്രേഡ് ഓഫ് പ്ലേറ്റിന് 1.298 ആണ് വരിക. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 1.18 ആയതുകൊണ്ട് നമുക്ക് അതിനേക്കാൾ കൂടുതലല്ല, അതുകൊണ്ട് സേഫ് ആണ് അല്ലെ. പിന്നെ 0.7 കുറവുമല്ല. സോ ബീറ്റ ഈക്വൽ ടു 1.182, ബീറ്റ ഈക്വൽ ടു 1.182. ഇനി നമ്മുടെ ഇക്വേഷനിൽ ഏതാണ് ടേം ഉള്ളത്, AGO അല്ലെ. അടുത്തത് AGO, ബീറ്റ കഴിഞ്ഞാൽ AGO. AGO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രോസ് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ്, ദാറ്റ് ഈസ് B minus T by 2 into T അല്ലെ. B minus T by 2 into T, that is equal to 60 minus 6 by 2 into 6, that is 342 mm square. ഇനി നമുക്ക് എന്താണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, എല്ലാ വാല്യൂസും കിട്ടി.
TDN equal to 0.99 FU by gamma ml plus beta AGO FI by gamma MO. That is equal to 0.9 into 414 into 410 divided by 1.25 plus 1.159, അതായത് ബീറ്റയുടെ വാല്യൂ AGO 342 into 250 divided by 1.1. That is 212.30 kilonewton. 212.30 kilonewton ആണ് എന്ത് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു നെറ്റ് സെക്ഷൻ റപ്ചർ. അപ്പോൾ നമ്മൾ ഗ്രോസ് സെക്ഷൻ yielding വെച്ചിട്ടുള്ള ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിച്ചു, നെറ്റ് സെക്ഷൻ റപ്ചർ വെച്ചിട്ടുള്ള ഡിസൈൻ സ്ട്രെങ്ത്തും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് ബ്ലോക്ക് ഷിയർ അല്ലെ, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. ഈ ഒരു കേസിൽ എങ്ങനെയാണ് ഷിയർ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ബ്ലോക്ക് ഷിയർ ഇവിടെ സിംഗിൾ റോ ഓഫ് ബോൾട്ടുകളേ ഉള്ളൂ. ഈ ഒരു പീസ് ഇങ്ങനെയാണ് ഷിയർ ഓഫ് ചെയ്ത് പോവാം. ഇവിടെ ഉണ്ടായിരുന്ന പീസ് ഇങ്ങനെയാണ് ഇതിൽ ഷിയർ ഓഫ് ചെയ്ത് പോവാം. ഓക്കെ, ഈ ഒരു കാര്യം ഈ ഒരു ഡയഗ്രം ഓർത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഇക്വേഷനിലുള്ള ഓരോ ടേം കൂടെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കാരണം സിംഗിൾ റോ ഓഫ് ബോൾട്ടുകൾ വരുന്നത് ഇവിടെ ഓൾറെഡി ഒരു ആംഗിൾ സെക്ഷൻ ഉണ്ട് അല്ലേ, ഇവിടേക്ക് ഇതിന്റെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്, ഇങ്ങോട്ട് ഒരു പോർഷനും കൂടെ ഉണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് ഇത് ഷിയർ ഓഫ് ചെയ്ത് പോകാൻ ചാൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഈ പ്ലേറ്റുകള് അതായത് നമ്മളെ ഈ ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകാനാണ് ചാൻസ് അല്ലെ, ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകാനാണ് ഇതിന്റെ ചാൻസ്. ഇതിങ്ങനെ ഈ ഒരു പോർഷൻ ഈ ഒരു ബ്ലോക്ക് ആസ് സച്ച് ഷിയർ ഓഫ് ചെയ്ത് പോകാനാണ് ഇതിൽ കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഇക്വേഷൻ എന്താണ്, TDB1 equal to AVG FI by root 3 gamma MO plus 0.9 ATN FU by gamma ML or 0.9 AVN FU by root 3 gamma ML plus ATG FI by gamma MO. ഇതിൽ ഏതാണോ മിനിമം അതാണ് ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത്. So gross area in shear, that is AVG, that is equal to E plus N minus 1 into P into T. E plus N minus 1 into P into T. That is E എന്ന് പറഞ്ഞാൽ 30 plus 5 minus 1 അല്ലേ, 5 നമ്പർ ഓഫ് ബോൾസ് ആണുള്ളത്. 5 minus 1 into P എന്ന് പറയുന്നത് പിച്ച് ഡിസ്റ്റൻസ് അല്ലേ, 50 into 6, that is 1380 mm². അതായത് ഈ ഒരു ഏരിയ പർട്ടിക്കുലർ ഏരിയ ഇത് ഇവിടുന്ന് എൻഡ് ഡിസ്റ്റൻസ് അടക്കം. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കേസിൽ നമുക്ക് ഇങ്ങനെയാണ് ഇത് ഷിയർ ഓഫ് ചെയ്ത് പോകും അല്ലെ, ഈ ഒരു മെമ്പറിൽ നിന്ന് ഇങ്ങനെ പോകും ഇവിടെ നിന്നോട്ട്. എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഗസറ്റ് പ്ലേറ്റും ഇവിടെ ഈ ഡിസ്റ്റൻസും എൻഡ് ഡിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഇടക്കുള്ള 4 പിച്ച് 1 2 3 4 പിച്ച് അല്ലെ, അതാണ് ഈ ഒരു ഏരിയന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ ലെങ്ത് എന്ന് പറയുന്നത് ഈ എൻഡ് ഡിസ്റ്റൻസ് പ്ലസ് 1 2 3 4 പിച്ച് അല്ലെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. Okay, so gross area and shear equal to E plus N minus 1 into P into T. End distance plus E end distance plus 4 pitch 1 2 3 4 N minus 1 into P എന്ന് പറഞ്ഞാൽ 5 N minus 1 into P into T. So that will be equal to 1380 mm². ഇനി നെറ്റ് ഏരിയ ഇൻ ഷിയർ അല്ലെ, നെറ്റ് ഏരിയ ഇൻ ഷിയർ ഇത് നമുക്ക് E plus N minus 1 into P minus N minus 0.5 into D0 into T എന്ന് എഴുതാം. അല്ലെങ്കിൽ ഗ്രോസ് ഏരിയയിൽ നിന്ന് എത്ര ബോൾട്ട് ഹോൾ വരുന്നുണ്ട് അതിന്റെ ഏരിയ കുറച്ചാൽ മതി. ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് 1380 മൈനസ് ഇവിടെ എത്ര ബോൾട്ട് ഹോൾസ് വരുന്നുണ്ട് 1 2 3 4 പിന്നെ ഒരു പകുതി, അപ്പൊ 4.5 അല്ലെ. 4.5 ഇൻറ്റു ബോൾട്ട് ഹോളിന്റെ എത്രയാണ് D0 ഇൻറ്റു തിക്നെസ്, നമ്മുടെ ഈ ഒരു കേസിൽ വരുന്ന തിക്നെസ് 6 mm എടുക്കുക. അത് തന്നെയാണ് ആക്ച്വലി ഇക്വേഷൻ.
ഇ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു പി ഇൻറ്റു ടി എന്ന് പറയുന്നത് ഗ്രോസ് ഏരിയ മൈനസ് എൻ മൈനസ് 0.5 ഇൻറ്റു ഡി സീറോ ഇൻറ്റു ടി എന്ന് പറയുന്നത് ഈ ഹോളിന്റെ ഏരിയ. സോ 30 പ്ലസ് 5 മൈനസ് 1 ഇൻറ്റു 50 minus 5 minus 0.5 into 18 into 6, that is 894 mm. ഇതെന്ന് പറയുന്നത് 1380 minus 4.5 into 18 into 6 ഇങ്ങനെ ചെയ്താലും മതി. ഇത് തന്നെയാണ് ഈ വാല്യൂ 894. എത്ര ഇവിടെ എണ്ണ ഫിഗർ നോക്കുക, എത്ര ബോൾട്ടുകൾ ഉണ്ട് അത് ഈ ക്രോസ് സെക്ഷൻ ഏരിയയിൽ നിന്ന് കുറക്കാം. ഇപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ഒരു സെക്ഷന്റെ ക്രോസ് സെക്ഷൻ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഫസ്റ്റത്തെ ഒരു ഹാഫ് ബോൾട്ട് ഉണ്ടാവും, പിന്നെ 4 ബോൾട്ടുകൾ അല്ലേ, ഇങ്ങനെ ബോൾട്ടിന്റെ ഹോളിന്റെ ഏരിയ. ഓക്കെ, നെറ്റ് ഏരിയ ഇൻ ഷിയർ അപ്പൊ 894 കിട്ടി. ഇനി എന്താണ് ഗ്രോസ് ഏരിയ ഇൻ ടെൻഷൻ, ATG, ഗ്രോസ് ഏരിയ ഇൻ ടെൻഷൻ. ഇവിടെ ഗ്രോസ് ഏരിയ ഇൻ ടെൻഷൻ, ടെൻഷൻ സോൺ ഏതാണ്? നമ്മൾ പറഞ്ഞു ഷിയറിംഗ് സോൺ ഇത് അല്ലെ, ലോഡിന് പാരലൽ ആയിട്ടുള്ളത്, ലോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇവിടെ അല്ലേ മുറിഞ്ഞു പോവുക, ഇതാണ് ടെൻഷൻ സോൺ അല്ലെ. അപ്പോ ഈ ഒരു പോർഷൻ, ഈ കാണുന്ന ഇതിന്റെ ക്രോസ് സെക്ഷൻ, ഈ ലെങ്ത് എത്രയാ? ഈ ലെങ്ത് എന്ന് പറയുന്നത് കണക്റ്റഡ് ലെഗിന് എന്ത് കുറച്ചാൽ മതി? നമ്മുടെ ഈ ഡിസ്റ്റൻസ് കുറച്ചാൽ മതി അല്ലെ, താഴെ ഡിസ്റ്റൻസ്, അതെന്താണ്? ജിയുടെ വാല്യൂ കുറച്ചാൽ മതി. കണക്റ്റഡ് ലെഗ് മൈനസ് ജി, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, gross area in tension is 90 minus 50 into 6, that is equal to 40 into 6 into 240, that will be equal to 240 mm square. ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ആംഗിൾ സെക്ഷൻ ഇങ്ങനെ കണക്ട് ചെയ്തേക്കാണ്. ഇവിടെ ഒരുപാട് ബോൾട്ടുകൾ ഉണ്ട്. നമ്മൾ ഷിയർ ഓഫ് ചെയ്ത് പോയത് ഇങ്ങനെയാണ് അല്ലെ, നമുക്ക് ഇങ്ങനെയായിരുന്നു പ്ലേറ്റ്, ഇതിന്റെ പ്ലേറ്റ് വന്നത് ഇങ്ങനെയായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ ഒരു ഗസറ്റ് പ്ലേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇത് ഇങ്ങനെ ഷിയർ ഓഫ് ചെയ്ത് പോയി, ബ്ലോക്ക് ഷിയർ കാരണം. ഇതിന്റെ ഈ ഒരു പോർഷനിൽ 1 മിനിറ്റ്, ഈ ഒരു വരുന്ന പോർഷനിലാണ് ഷിയർ ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ വേറൊരു കളർ, ഈ വയലറ്റ് പോർഷനിൽ കാണുന്നതാണ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയുടെ ലെങ്ത് അതാണ് ATG, അതിന്റെ ഗ്രോസ് ഏരിയ ആണ്. ആ ലെങ്ത് ഇൻറ്റു അതിന്റെ തിക്നെസ്, അതാണ് ATG. ഇനി അവിടെ വല്ല ബോൾട്ട് ഹോൾസിന്റെ ഏരിയ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തതാണ് ATN. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ATG ഈക്വൽ ടു 90 മൈനസ് 50. 90 മൈനസ് 50 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെഗ്, കൺട്രോൾ ലെഗിന്റെ ലെങ്ത് നിന്ന് ഗേജ് ഡിസ്റ്റൻസ് കുറച്ചു അല്ലേ, കാരണം നമുക്ക് കിട്ടേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. ബോൾട്ട് ഹോളിന്ന് ഔട്ടർ എഡ്ജിലേക്ക് ഡിസ്റ്റൻസ് ആണ്, നമുക്ക് അറിയാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഗേജ് ഡിസ്റ്റൻസ് ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ലെഗിന്റെ ഗേജ് ഡിസ്റ്റൻസ് കുറച്ചു 90 മൈനസ് 50 into 6, that is 40 into 60, that is 240 mm square. നെറ്റ് ഏരിയ ഇൻ ടെൻഷൻ ATN ഈക്വൽ ടു എന്താണ്? മുകളിൽ കണ്ട ഏരിയയിൽ നിന്ന് ബോൾട്ട് ഹോൾസ് കുറക്കാം. ഇവിടെ എത്ര ബോൾട്ട് ഹോൾസ് ഉണ്ടാവും? ഹാഫ് ബോൾട്ട് ഹോൾ ഉണ്ടാവുള്ളൂ അല്ലെ, നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിരുന്ന് അല്ലെ, ഈ ഒരു ബോൾട്ട് ഹോൾ മാത്രമല്ലേ, ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ പകുതി ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഇവിടെ നിലവിലുള്ളൂ പോയത് അല്ലെ. ഓക്കെ, ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ, ഹാഫ് ബോൾട്ട്. സോ ഹാഫ് ബോൾട്ട് ഹോളിൽ ടോട്ടൽ ഗ്രോസ് ഏരിയ എന്ന് കുറക്കാം, ദാറ്റ് ഈസ് 90 minus 50 minus 0.5 into 18 into 6, അല്ലെങ്കിൽ 240 minus 0.5 into 18 into 6, that will be equal to the same value, 18 into 6, that is 186 mm square. ഇനി എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്? TDB equal to AVG FI by root 3 gamma MO plus 0.9 ATN FU by gamma ML, that is equal to 1380 into 250 by root 3 into 1.1 plus 0.9 into 186 into 410 divided by 1.25. ഇവിടെ AVG ATG കണ്ടുപിടിക്കുന്നിടത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളത് ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. ഓക്കെ, 1380 into 250 by root 3 into 1.1 plus 0.9 into 186 into 410 divided by 1.25, that is 235.98 kilonewton. TDB2 എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 206 ആണ്. അപ്പോൾ ഇതിലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 206.91 ആണ്. അതാണ്
design strength due to block shear of this member. Okay. അപ്പോൾ നമ്മൾ മൂന്ന് കൂടെ കൺസിഡർ ചെയ്യുക. ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ഗ്രോസ് സെക്ഷൻ yielding 196.59, നെറ്റ് സെക്ഷൻ റപ്ചർ 206.91, ബ്ലോക്ക് ഷിയർ 220.54. ഇതിൽ മിനിമം വാല്യൂ ഏതാണ്? ഗ്രോസ് സെക്ഷൻ yielding തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എടുത്തപ്പോൾ ഗ്രോസ് സെക്ഷൻ yielding ആണ് ഗവേണിംഗ് ആയി വന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഒരു റോ ഓഫ് ബോൾട്ടുകളേ ഉള്ളൂ. നെറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രോസ് സെക്ഷനേക്കാളും വലിയ ഡിഫറൻസ് ഇല്ല. നെറ്റ് സെക്ഷൻ ഒരുപാട് കുറയുമ്പോഴാണ് അത് ഗവേണിംഗ് ആയിട്ട് മാറും. ഓക്കെ. So design tensile strength of the member is 196.59 kilonewton. Okay. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ഇക്വേഷൻസ് എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഓരോ ടേംസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അത് ശരിക്കും മനസ്സിലാക്കി വെച്ചാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇനി ഒരു പ്രോബ്ലം കൂടെ, ഈ ആംഗിൾ സെക്ഷന്റെ ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം. A single unequal angle ISA 100/65/10 mm is connected to a gusset plate of 10 mm thick with 6 number of bolt 18 mm diameter. Longer edge of the section is connected to gusset plate. Determine the design strength. Keep E equal to 30 mm, P equal to 60 mm, G equal to 60 mm, Fu equal to 410 MPa and Fi equal to 50 mm. ഇവിടെ ക്വസ്റ്റ്യനില് സെയിം ക്വസ്റ്റ്യൻ തന്നെ, നേരത്തെ ഉള്ള അതേ ക്വസ്റ്റ്യൻ തന്നെ. നമ്പർ ഓഫ് ബോൾട്ട് 6 ആയി, ആംഗിൾ സെക്ഷൻ മാറിയെന്നേ ഉള്ളൂ. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലോങ്ങർ എഡ്ജസ് ഓഫ് ദ സെക്ഷൻ ഈസ് കണക്റ്റഡ് ടു ഗസറ്റ് പ്ലേറ്റ്. അപ്പോൾ ലെങ്ത് കൂടുതലുള്ള അല്ലെങ്കിൽ 100 mm ലെങ്ത് ഉള്ള ആംഗിൾ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. ഏതിലോട്ട്? നമ്മുടെ ഗസറ്റ് പ്ലേറ്റിലോട്ട്. ഓക്കെ. എൻ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പി തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഡയഗ്രാം വരച്ചു നോക്കാം. ഓക്കെ. ഇപ്പൊ നമ്മൾ ഒരു ഗസറ്റ് പ്ലേറ്റിൽ ഒരു ആംഗിൾ സെക്ഷൻ അല്ലെ 100 mm ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്, 65 mm ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ്. ഓക്കെ. ഗേജ് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് 60 mm, നമ്മളിവിടെ മാർക്ക് ചെയ്തു 30 mm. ഇവിടെ ഡയഗ്രാം വരച്ച് ചെറുതായിട്ടൊന്ന് ഇതുണ്ട്, ഗസറ്റ് പ്ലേറ്റിൽ കുറച്ചും കൂടെ ഉണ്ടാവും, ഒരു എഡ്ജ് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ. ഈ ഒരു വാല്യൂ ആണ് ഇവിടുത്തെ എൻ ഡിസ്റ്റൻസ്. ഇതും രണ്ടും എൻ ഡിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ. ബോൾട്ടിന്റെ സെന്ററിലോട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഈ മൗസ് പോയിന്റർ വെച്ച് ഇതിൽ വരയ്ക്കുമ്പോൾ അത്ര വൃത്തി ഉണ്ടാവില്ല. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുന്നവർ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ഓക്കെ. ഡൗട്ടുകൾ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ഇത് ഇത്തരം പ്രോബ്ലം പേപ്പർ ഇത് ഡയഗ്രാം ഒക്കെ ഡെപിക്ട് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്രത്തോളം വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാവുന്നതെന്ന് അറിയില്ല. ഓഫ്ലൈൻ ക്ലാസ്സുകളാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ആംഗിൾ സെക്ഷന്റെ സാമ്പിൾ ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇതിപ്പം അത് പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ മാക്സിമം നോക്കാം. നമുക്ക് ഇനി നിങ്ങളെ കോൺടാക്ട് ക്ലാസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാം. ഓക്കെ. given data ISA equal to 100/65/10, നമ്മുടെ സ്റ്റീൽ ടേബിൾ ISA 100/65/10 പേജ് നമ്പർ 14 തന്നെയാണ് ഉള്ളത്. അതിന്റെ ഗ്രോസ് ഏരിയ വരുന്നത് 15.51 cm², ദാറ്റ് ഈസ് ISA 1551 mm². ഇവിടെ ചെറിയൊരു ഡൗട്ട് ഉണ്ടാകാൻ ചിലർക്ക് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചത് ലെഗ് താഴോട്ടായിരുന്നു, അപ്പൊ മുകളിലോട്ട്. അത് വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ മുകളിൽ കാണിച്ചു എന്ന് മാത്രം, ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ് മുകളിലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഫിഗർ തിരിഞ്ഞു പോയി എന്ന് മാത്രം, പ്രശ്നമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് വരച്ചു തന്നത്, ഇങ്ങനെയും വരക്കാം അങ്ങനെയും വരക്കാം. ഓക്കെ. നിങ്ങൾ എന്തായാലും ഫിഗർ വരക്കണം, അപ്പേ കൂടുതൽ ക്ലിയർ ആവും. അപ്പൊ ഈ ഒരു കേസിൽ ബ്ലോക്ക് ഷിയർ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഷിയർ ഓഫ് ചെയ്ത് പോകും. ഓക്കെ. ഇങ്ങനെ ഷിയർ ചെയ്താൽ പോകാനാണ് ഏറ്റവും ചാൻസ്. നേരെ മറിച്ച് ഇങ്ങനെ പോവാൻ, ഇങ്ങോട്ട് പോകാൻ ചാൻസ് കുറവാണ്. കാരണം ഇവിടെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള വീണ്ടും എന്തുണ്ട്, ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് പോകണ്ട. എല്ലാവരും എളുപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് പോകാനാണ് ചാൻസ്. ഓക്കെ. നെറ്റ് സെക്ഷൻ റപ്ചർ വരുമ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ. മൊത്തമായിട്ട് ഫെയിൽ ചെയ്ത് പോകാനാണ് ചാൻസ്. അപ്പൊ നമുക്ക് കണക്റ്റഡ് ലെഗ് 100 mm, ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ് 65 mm, ബോൾട്ട് ഡയമീറ്റർ തന്നിട്ടുണ്ട് 18 mm. സോ ഹോൾ ഡയമീറ്റർ വിൽ ബി 20 mm, എൻ ഡിസ്റ്റൻസ് 30 mm, പിച്ച് 60 mm, ഗേജ് ഡിസ്റ്റൻസ് 60 mm. അപ്പൊ നമ്മൾ യൂഷ്വൽ പ്രൊസീജിയർ ഫസ്റ്റ് എന്താണ്, സ്ട്രെങ്ത് ഡ്യൂ ടു ഗ്രോസ് സെക്ഷൻ yielding. TDG equal to HFI/gamma-MO. AG is 1551 into 250 divided by 1.1, that is 352.27.
Design strength due to next section rupture, that is equal to 0.9 ANC FU by gamma ml plus beta AGO FI by gamma MO. ആദ്യം നമുക്ക് ANC കണ്ടുപിടിക്കും. ഇതിലിപ്പോൾ നമുക്ക് അറിയാത്ത ടേമുകൾ ANC, beta, AGO. ANC എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ലെഗിന്റെ നെക്സ്റ്റ് സെക്ഷനിൽ ഏരിയ, ദാറ്റ് ഈസ് L minus T by 2 into T, അല്ലേ? L minus T by 2 into T മാത്രം ഇതിന് ഹോൾഡ് ഡയമീറ്ററോട് കുറക്കണം. സോ L minus T by 2 minus T0 into T നെറ്റ് ആയതുകൊണ്ട്. ഗ്രോസ് ഏരിയ ആണെങ്കിൽ L minus T by 2 into T, നെറ്റ് ആയതുകൊണ്ട് L minus T by 2 minus T0 into T, that is 100 minus 10 by 2 minus T0 is 20. 18 mm bolt ആണ്. So 18 plus 2, that is 20 mm. 100 minus 10 by 2 minus 20, that into 10, that will be equal to 750 mm square. Beta കണ്ടുപിടിക്കണം. 1.4 minus 0.076 into W by T into Fi by Fu plus into BS by LC, sorry plus അല്ല into. W എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗിന്റെ വിഡ്ത്ത്, ദാറ്റ് ഈസ് 65 mm, T 10 mm, Fi Fu അറിയാം. BS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W plus Wi minus T, that is WI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗോജ് ഡിസ്റ്റൻസ് തന്നെ അല്ലേ? കോർണർ തൊട്ട് ഈ ഒരു ഫിഗറിൽ പറയുകയാണെങ്കിൽ കോർണർ തൊട്ട് നമ്മുടെ ബോൾട്ടിന്റെ സെൻട്രലിലേക്കുള്ള ഡിസ്റ്റൻസ്, എവിടെ? കണക്റ്റഡ് ലെഗിൽ അല്ലേ? കണക്റ്റഡ് ലെഗിലാണല്ലോ ബോൾട്ടുകൾ ഉള്ളത്. സോ അതിലെ ഡിസ്റ്റൻസ് ആണ് WI. സോ W plus WI minus T, W plus WI minus T, that is 65 plus 60 minus 10, that is 115 mm. 125 minus 10, that is 115 mm. Length of end connection, LC, അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് ഔട്ടർ മോസ്റ്റിലുള്ള രണ്ട് ബോൾട്ടുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. അപ്പൊ 6 ബോൾട്ടുകളാകുമ്പോൾ 5 പിച്ച് ഡിസ്റ്റൻസ് അല്ലെ? 5 into pitch, that is 5 into 60. നമ്മളെ കേസിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള ഡിസ്റ്റൻസ് സെന്റർ ടു സെന്റർ അല്ലെ? അപ്പൊ 1 2 3 4 5 പിച്ച് ഡിസ്റ്റൻസ് അല്ലെ? പിച്ച് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെന്റർ ടു സെന്റർ ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എവിടെയും മിസ്സായി പോകും. ഓക്കെ, സോ 5 into 60, that is 300 mm. നമുക്ക് ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബീറ്റ ഈക്വൽ ടു 1.4 minus 0.076 into 65 by 10 into 250 by 410 into 115 by 300, that is equal to 1.284. ബീറ്റയുടെ ചെക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്യുമ്പോൾ 1.298 ആണ് ബീറ്റയുടെ വാല്യൂ വരുന്നത്. നമുക്ക് അതിനേക്കാളും കുറവാണ്, 1.284 അല്ലേ? സോ അത് ഓക്കെ ആണ്. 0.7നേക്കാളും കൂടുതലാണ്. ഇനി ഗ്രോസ് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ് അല്ലെ? AGO. O എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗിന്റെ അബ്രിവിയേഷൻ ആണ്. ഓക്കെ, AGO, that is equal to B minus T by 2 into T, that is 65 minus 10 by 2 into 10, that is 600 mm square. 65 minus 5, 60 into 10, that is 600 mm square. So design strength due to next section rupture is 0.9 NCFU by gamma ml plus beta AGFI by gamma MO, that is equal to 0.9 into 750 into 410 divided by 1.25 plus 1.284 into 600 into 250 divided by 1.1, that is 396.49. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് കിട്ടുക. ഞാൻ ഇത്തിരി സ്പീഡിൽ പോകുന്നുണ്ട്, നിങ്ങൾ അത് സ്ലോ ചെയ്തിട്ട് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ ഞാൻ രണ്ടാമത്തെ പ്രോബ്ലം സെയിം പ്രോബ്ലം തന്നെയാണ്, അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് പ്രോബ്ലം വൃത്തിക്ക് കേട്ടിട്ട് രണ്ടാമത്തെ പ്രോബ്ലം സ്വയം ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യാം? വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കണ്ടു നോക്കാം. അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഒരു പ്രാവശ്യം ചെയ്ത് 2-3 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സെയിം സ്റ്റെപ്പുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം തന്നെ വാല്യൂസ് മാറിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, 2-3 റോ വരുന്നതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക? സ്വയം ചെയ്ത് നോക്കുക. അപ്പൊ ഈസി ആയിട്ട് ക്ലിയർ ആണ്. കാരണം ഇക്വേഷൻസ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എവിടെയും. ഓക്കെ, ഇനി എന്താണ്? ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. ബ്ലോക്ക് ഷിയർ ആകുമ്പോൾ എങ്ങനെ സംഭവിക്കുക? ഇവിടുത്തെ ബ്ലോക്ക് ഷിയർ എങ്ങനെയാണ്? ഇങ്ങനെ അല്ലേ? ഇവിടെ 6 ബോൾട്ട്, 5 ബോൾട്ടും പിന്നെ ഒരു 1/2 ബോൾട്ടും ഉണ്ടാവും അല്ലേ? ഇവിടെ 1/2 ബോൾട്ടും ഇങ്ങനെ സംഭവിക്കുക. ഇവിടെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗിലേക്ക് വരുന്നത്, ഇവിടെയാണ് അല്ലേ? ബാക്കി പോർഷൻസ് ഒക്കെ ഇവിടെയാണ് കിടക്കുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ഷിയർ ഓഫ് ചെയ്തത്. അപ്പൊ ഇക്വേഷൻ TDB1 equal to AVG FI by √3 gamma MO plus 0.9 ATN FU by gamma ML. ഇക്വേഷൻ നമുക്ക് അറിയാം. So gross area in shear, gross area എന്തായിരിക്കും? E plus n minus 1 into P into T അല്ലേ? E plus n minus 1 into P into T
E plus n minus 1 into P into T എന്ന് പറയുമ്പോൾ ആ ഫിഗറിൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ബ്ലോക്ക് ഷിയർ ആയിരിക്കും, ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും ഈ ഫിഗറിൽ. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇവിടെ ഷിയർ ഓഫ് ചെയ്ത് പോവാ ഇങ്ങനെയാണ് അല്ലേ. അപ്പൊ ഷിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ഇതിന്റെ സെന്റർ വരെ അതിന്റെ ലെങ്ത് ഇൻറ്റു അതിന്റെ ക്രോസ് സെക്ഷൻ. ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ എൻഡ് ഡിസ്റ്റൻസ് പ്ലസ് എന്ത് വരും? എൻഡ് ഡിസ്റ്റൻസ് പ്ലസ് ഈ പിച്ച് അല്ലേ. അങ്ങനെ 4 പിച്ച്, 5 പിച്ച് ഉണ്ടാവും. 1 2 3 4 5 അല്ലേ. അതാണ് ഗ്രോസ് ഏരിയ. നെറ്റ് ഏരിയ വരുമ്പോ ഈ ഒരു ബോൾട്ട് ഹോളിന്റെ ഡയമീറ്റർ ഓർക്കേണ്ടി വരും. 1 2 3 4 5 ഫുൾ ബോൾട്ട് ഹോളും ഒരു അര ബോൾട്ട് ഹോൾ. അപ്പൊ 5 ബോൾട്ട് ഹോൾസ് ഏരിയ അവിടുന്ന് കുറക്കണം. അതിന്റെ ലെങ്ത് ഇൻറ്റു തിക്നെസ് അല്ലേ. അതാണ് സംഭവം. So AV is equal to E plus n minus 1 into P into T, that is 30 plus 6 minus 1 into 60 into 10, that will be equal to 3300 mm square. Net area in shear. അപ്പൊ എന്താണ്? അതിന് ബോൾട്ട് ഹോൾ കുറക്കണം. ഞാൻ പറഞ്ഞു എത്ര ബോൾട്ട് ഉണ്ടോ അതിന് ഒരു അര ബോൾട്ട് കുറച്ചിട്ടുള്ള കാര്യം അല്ലേ. That will be equal to 2200 mm square. 30 plus 6 minus 1 into 60 minus 6 minus 0.5 into 20 into 10. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾട്ട് ഹോളിന്റെ ഡയമീറ്റർ 2200 കിട്ടി അല്ലേ. ഗ്രോസ് ഏരിയ ഇൻ ടെൻഷനും നെറ്റ് ഏരിയ ഇൻ ടെൻഷൻ. ഗ്രോസ് ഏരിയ ഇൻ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ എങ്ങനെയാണ് ഫെയിൽ ചെയ്യുന്നത് അല്ലേ. നമുക്ക് ടോട്ടൽ കണക്റ്റഡ് ലെഗ് എന്ന് പറയുന്നത് 100 ആണ്. അതിന്ന് ഗോയിജ് ഡിസ്റ്റൻസ് പറഞ്ഞത് 60 അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബോൾട്ട് ഹോളിന്റെ സെന്റർ ആണ്. ഇപ്പൊ ഞാൻ ഈ ലൈന് മാർക്ക് ചെയ്തു അല്ലേ. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 100 minus 60, that is 40 into thickness ആണ് ഇവിടുത്തെ ഗ്രോസ് ഏരിയ. ഇവിടെയാണ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഷിയറും ഈ താഴോട്ടുള്ളത് ടെൻഷൻ. ഓക്കെ, അപ്പോ 40 into 10, that is 400 mm square. അവിടെ എന്തെങ്കിലും ബോൾട്ട് ഹോൾസ് വരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ എന്തായി? 80N ആയി അല്ലേ. അവിടെ ആകെ ഒരു അര ബോൾട്ടിന്റെ അതേ വരും. സോ 80N equal to 100 minus 60 minus 0.5 into 20 into 10, that is 300 mm square. 400 എന്ന് എന്ത് വെച്ചു? അര ബോൾട്ടിന്റെ. അര ബോൾട്ടിന്റെ എത്ര വരും? അര ബോൾട്ട് പറയുമ്പോൾ 20 into 0.5 10 into 10 thickness 10, അപ്പോൾ 100 വരും. 400 minus 300, that is 300. ഓക്കെ, അപ്പോൾ TDB1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 521.57. TDB2 എന്ന് പറയുന്നത് 465.86. രണ്ട് വാല്യൂസ് കിട്ടി. ഇതിൽ ഏതാണ് മിനിമം? അതാണ് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 465.86. ഓക്കെ, ചെയ്ത് നോക്കണം. അപ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കഥയായിരിക്കും കേട്ടോ. വെറുതെ നമ്മൾ എന്തെങ്കിലും തിയറി കേട്ട് പോകുന്ന പോലെ ഇത്തരം പേപ്പറുകൾ കാണാൻ കേട്ട് പോകരുത്. ജസ്റ്റ് വാച്ച് ചെയ്ത് മാത്രം പോകരുത്. ചെയ്ത് നോക്കി തന്നെ വേണം. കാൽക്കുലേറ്റർ കൂടെ വെക്കുക. എന്നിട്ട് ഓരോ പ്രോബ്ലം, ഞാനൊരു ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലം തന്നു, അതിന്റെ സെയിം പ്രോബ്ലം തന്നെയാണ് വീണ്ടും ചെയ്യിപ്പിക്കുന്നത്. അതായത് വീണ്ടും സ്ലൈഡിൽ ഉൾക്കൊള്ളിക്കാൻ കാരണം നമ്മുടെ നോട്ടിൽ അത് എന്താണ്, കുറച്ച് പേരെങ്കിലും ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി കാൽക്കുലേറ്റർ അടിച്ച് വാല്യൂസ് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 വാല്യൂസ്: ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ക്രോസ് സെക്ഷൻ യീൽഡിംഗ് 352.27, നെറ്റ് സെക്ഷൻ റപ്ചർ 396.49, ബ്ലോക്ക് ഷിയർ 465.86. ദാറ്റ് വിൽ ബി, അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ മെമ്പർ എത്രയാണ്? 352.27 കിലോന്യൂട്ടൺ. 352.27 കിലോന്യൂട്ടൺ. ഏതാണ് ഗവേണിംഗ്? ക്രോസ് സെക്ഷൻ യീൽഡിംഗ് തന്നെയാണ് അല്ലേ ഈ കേസിലും. കാരണം ഒരു റോ ഓഫ് ബോൾട്ട് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, രണ്ട് പ്രോബ്ലംസ്, മൊത്തം 3 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വെൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻസിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഒരു ഫിഗർ നിങ്ങൾ ചെയ്യുക. ഈ ഒരു പ്രോബ്ലം നിങ്ങളുടെ നോട്ടിൽ, ഈ നോട്ട് ഇപ്പം ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട് എഴുതി കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോബ്ലം കൂടി അതിൽ ഉൾപ്പെടുത്തുക. അതിന്റെ ആൻസർ നിങ്ങൾ സ്വയം ചെയ്യാം. നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കും. നിങ്ങളിവിടെ കോൺടാക്ട് ക്ലാസ്സിന് വരുന്ന സമയത്ത് മിക്കവാറും നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമിൻ ദ ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ ടെൻഷൻ മെമ്പർ ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ച ടെൻഷൻ മെമ്പറിന്റെ
ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. അത് മാത്രമേ ഉള്ളൂ. ടി ഡി ബിയും ടി ഡി ബി അതിൽ ടി ഡി ബി 1ഉം ടി ഡി ബി 2ഉം കണ്ടുപിടിക്കുക. അതിൽ ഏതാണോ മിനിമം അതാണ് ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത്. ഓക്കെ. ആംഗിൾ സെക്ഷൻ IS 80/50/8 എന്ന് പറയുന്ന ആംഗിൾ സെക്ഷൻ ഉണ്ട്. ഗസറ്റ് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ബോൾട്ടുകളാണുള്ളത്. ബോൾട്ടിന്റെ 2 ഹോൾ അല്ലേ. ആ ഹോളിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 18 mm. ബോൾട്ടിന്റെ അല്ല, ഹോളിന്റെ ഡയമീറ്റർ 18 mm തന്നിട്ടുണ്ട്. ഫെയിൽ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആയിരിക്കും അല്ലെ. അപ്പോ AVG, ATG, AVN, ATN അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. AVN കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും? ഇതിങ്ങനെയല്ലേ ഷിയർ ഓഫ് ചെയ്ത് പോവാം. AVG കണ്ടുപിടിക്കുമ്പോൾ ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് 50 + 100 into thickness of the plate is 8 mm അല്ലെ. പ്ലേറ്റ് അല്ല, ആംഗിൾ. സോ 100 + 50 into 8 അതാണ് AVG വരിക. AVN 100 + 50 into 8 minus 1.5 വോൾട്ടോട് 1.5 into 18 into thickness 8. അപ്പോൾ AVN ആയി. ഇനി ATG, ATN. ATG എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഇൻറ്റു തിക്നെസ്. ഈ ഡിസ്റ്റൻസ് എത്രയാ ഇവിടെ തന്നിട്ടുണ്ട്, 35 into 8 ATG ആയി. ATN എന്ന് പറയുമ്പോൾ 35 into 8 മൈനസ് ഇവിടെ അര വോൾട്ടിന്റെ കുറക്കാം അല്ലെ. 0.5 into 18 into 8 അത് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് ATN. പിന്നെ ബാക്കി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. കോഡിൽ നോക്കിയിട്ട് തന്നെ ഇക്വേഷൻ എഴുതാൻ ശ്രമിക്കുക. കോഡ് മറിച്ച് നോക്കിയിട്ട് ഇക്വേഷൻ നോട്ടിൽ എഴുതി അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. എന്നാൽ എക്സാമിന് ഈസി ആവും. കോഡിൽ നിന്ന് മാത്രം നോക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. ഈ ഇക്വേഷൻ ഒന്നും ബൈ ഹാർട്ട് ചെയ്ത് ഒരിക്കലും പോകരുത്. കാരണം എന്തെങ്കിലും ഒരു ടേം മറന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മാറിപ്പോയി കഴിഞ്ഞാലൊക്കെ വെറുതെ നമ്മുടെ ആൻസർ തെറ്റും. ഓക്കെ. കോഡിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോഡ് എക്സാമുകളിലോട്ട് അഡ്മിഷൻ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഓക്കെ. എനിവേ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കണം. ഇതെന്തായാലും നിങ്ങൾ നോട്ടിൽ എഴുതണം. ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇത് പ്രോബ്ലം പേപ്പർ ആണ്, വേറെ അസൈൻമെന്റുകളൊന്നും തരില്ല. ഞാൻ ക്ലാസിന്റെ ഇടയിൽ തരുന്ന ഈ പ്രോബ്ലങ്ങളൊക്കെ തന്നെയാണ് അസൈൻമെന്റിനുള്ള മാർക്കായിട്ട് ഞാൻ എടുക്കുക. ഓക്കെ. എനിവേ താങ്ക് യു.